കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞങ്ങൾ ഗായത്രി തിയേറ്റേഴ്സിന്റെ പ്രൊപ്പറേറ്റർമാരാണ്. ഞങ്ങളുടെ പുതിയ നാടകമായ സീതാ സ്വയംവരം എന്ന നാടകത്തിൽ അഭിനയിക്കാൻ ഒരു നായികയെ വേണം. രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള കഥയാ. പുതിയ നായിക വേണമെന്ന് ഈ രാജാറാമിന് ഒരേ നിർബന്ധം. അങ്ങനെ തിരക്കി നടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കൺമണിയെ കണ്ടെത്തിയത്. കണ്ടപ്പോ സീതയാക്കാൻ പറ്റിയ ആളാണെന്ന് തോന്നി. അതാ പുറകെ വന്നത്. സീതയായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ കൺമണി പറഞ്ഞ പൈസ തരാം, അത് ഉറപ്പാ. അല്ല, ഈ രാമായണ കഥയെന്നൊക്കെ പറയുമ്പോ രാമ വേണ്ടേ, ലക്ഷ്മണൻ വേണ്ടേ? ഇനി ഇയാള് വലുതാണോ രാമൻ? രാമൻ ഞാൻ തന്നെയാ. അപ്പൊ ഹനുമാനോ? രാമന്റെ അടുത്ത ആളല്ലേ ഹനുമാൻ? അത് പിന്നെ രാജാറാമാണ് ഹനുമാന്റെ വേഷം ചെയ്യുന്നത്. ധാരാളം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാ. അല്ല, ആളായില്ലെങ്കി ഇയാള് തന്നെ മടീന് നമ്മൾ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അല്ല, എന്നാ തുടങ്ങുന്നേ? നാളെ ഇവിടെ വെച്ച് റിഹേഴ്സലിന് കൺമണി ഇവിടെ വന്നാ മതി. ആ, അതൊക്കെ വരാം. നാളെ രാവിലെ വരുമ്പോ പകുതി പൈസ മുൻകൂറായിട്ട് തരണം. ഓ, ഏറ്റു ഏറ്റു ഏറ്റു. എന്നാ ശരി, നമ്മൾ രാവിലെ വരാം. നമ്മളോ? നമ്മളെന്ന് പറഞ്ഞ കണ്ണമ്മ, ഈ നമ്മൾ തന്നെ. ശരി, എന്നാ നമ്മള് പോണ്. ശരി. ആ, അതെ നരകാശനെ, ഓ, ഒരു കാര്യം, ഈ നാട്ടിൽ അല്പസ്വല്പം നിലയും വിലയൊക്കെയുള്ള ആളാ അഷ്ടനപൊടി കൺമണി. ഓ, രാമന് ഹനുമാനും കൂടി അവിടെ ഇല്ലാതാക്കരുത്. നാടകം ജോറായിരിക്കണം. ഓ, ഏറ്റു ഏറ്റു ജോറായിരിക്കും. ഏറ്റു ഏറ്റു ജോറായിരിക്കും. ശരി. ഓ, രാജാറാം പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ധർമ്മജൻ ചേട്ടനെ വിളിച്ച് അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. രവി, നിനക്ക് തലയ്ക്ക് ഒരു അസുഖമുണ്ട്. നാടകം കൂടി കളിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. എന്റെ ജീവിതം തന്നെ ഒരു നാടകമില്ല രാജാറാം. രവിയുടെ മനസ്സിന്റെ ഉള്ളിലെ വിതുമ്പലുകളെ മറച്ചുവെച്ച് മറ്റൊരാളായിട്ട് വേഷപ്പകർച്ച നടത്തി ഒന്നരങ്ങിലാടി നോക്കാൻ രാജാറാം. തൽക്കാലം അതിജീവനങ്ങളുടെ ഒരു വേഷപ്പകർച്ചയായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. Just do it. അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞതാ വെറുതെ മനക്കോട്ട കെട്ടരുതെന്ന്. ഇപ്പൊ എന്താ എന്നിട്ട്? എല്ലാം കൂടി തലയിലേക്ക് ഒരുമിച്ചിടിഞ്ഞു വീണില്ലേ? എന്തായിരുന്നു ശ്രീലക്ഷ്മിയെ മറന്നേക്ക്, ബ്രദറിൻലോയുടെ സ്വത്ത് നിനക്ക് കിട്ടും, നിന്റെ പട്ടാഭിഷേകം. അത്യാഗ്രഹം ആപത്ത് ക്ഷണിച്ചു വരുത്തൂന്ന് പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് അവര് രണ്ടുപേരും മടങ്ങിങ്ങ് വരും.
അവളെ മുറിച്ചിട്ട മുറി കൂടുന്ന ഇനവാ. ഇനി അമ്മ അന്ന് പറഞ്ഞതുപോലെ അവളുടെ പ്രാർത്ഥനയിലെ ദൈവത്തിന്റെ മനസ്സലിഞ്ഞ അവള് വീണ്ടും ഗർഭിണിയാവും. പിന്നെ നമ്മുടെ കാര്യം എന്താവുന്നേ കണ്ടു തന്നെ അറിയണം. അവളിങ്ങ് വരട്ടെ. ഈ രണ്ടാം ജന്മത്തിൽ അവൾ അനുഭവിക്കാൻ പോകുന്നത് കുറച്ചൊന്നും ആയിരിക്കില്ല. പിന്നെ ഗർഭിണിയാവുന്ന കാര്യം, അവള് ഗർഭിണിയായാലും കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ നിനക്കില്ലാത്തതൊന്നും അവൾക്കും വേണ്ട. അവളിൽ നിന്നൊരു പൊക്കിൾക്കൊടി ബന്ധം ഇനി ഉണ്ടാവാൻ സമ്മതിക്കില്ല രാജലക്ഷ്മി. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു ദുർമരണം കൂടി സംഭവിക്കും. എന്റെ മോൾക്ക് വേണ്ടിയാകുമ്പോ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഞാനത് ചെയ്യുകയും ചെയ്യും. അമ്മയും ഞാനും വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നാളുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് അതിന്. നമ്മൾ പുറമെ കാണുന്നത് പോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ അന്നത്തെ അനുഭവം. അത് നിന്റെ അടുത്ത് എന്റെ മുന്നിലേക്ക് വരട്ടെ അവൾ. അങ്ങനെയല്ലമ്മേ. അവളുടെ ഈ രണ്ടാം വരവ് വെറുതെ അല്ല. ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവളുടെ ലക്ഷ്യപ്രാപ്തി, അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, എല്ലാം എന്റെ മനസ്സിലുണ്ട്. അവൾ ആദ്യം ഈ വീട്ടിലേക്കൊന്ന് വരട്ടെ. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ. ജയിൽവാസം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. രാജാറാം സാറേ, ഇറങ്ങി വാ. സാറേ, ഇതാണ് സാറ് പറയേണ്ട ഡയലോഗ്. എന്റെ ധർമ്മം ചേട്ടാ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. ഓരോരോ വേഷം കെട്ടലുകളും. സാറേ, എന്തായാലും ഇറങ്ങി തിരിച്ച്. ഇനി അതിന്റെ അവസാനം കാണാതെ പോകരുത്. സാറിത് പിടിക്കേ, എന്നിട്ട് മനപ്പാടമാക്കാൻ നോക്ക്. വന്നല്ലോ.
സത്യം പറയാലോ, മുട്ടയ്ക്ക് ഇണങ്ങുന്ന വേഷം ഇടാം. മറ്റേ ഒരുടുപ്പും അതിന്റെ മുകളിൽ ഒരു കുപ്പായവും ഇടങ്ങ് പതിവാക്കിക്കോ കേട്ടോ. സാറിന്റെ രൂപത്തിനും ഭാവത്തിനും ചേരും. വന്ന ജോലി ചെയ്തിട്ട് പൊക്കോണം. ജോലിക്കുള്ള കൂലിയും തരും. മനസ്സിലായോ? ആഹാ, ഇങ്ങനെ രണ്ട് മനുഷ്യനാ. ആർക്കൊന്ന് അങ്ങോട്ട് പറഞ്ഞൂടെ? എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. എന്താ ഇവിടെ എന്താ? എന്താ രാജാവ്? ഒന്നുമില്ല രവി. എന്റെ ജാനകി സുരഭി, ശരിക്കും രാമൻ തന്നെയാ. അതുപോലെ ഇരിക്കണം. ഇതിനുമ്പ് രാമനെ കണ്ടിട്ടുണ്ടോ? എന്താ സംശയം? പക്ഷേ ഹനുമാനെ ഇപ്പഴാ നേരിട്ട് കാണുന്നത്. കൺമണി, അകത്തേക്ക് ഡ്രസ്സ് മാറിക്കോളൂ. ധർമ്മേട്ടാ, ഞാൻ വരുന്നുണ്ട് കേട്ടോ. ആ എല്ലാവരും വാ. രവി, എനിക്ക് ഇവളുടെ സ്വഭാവം അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കൂൾ ഡൗൺ രാജറാം, ടേക്ക് ഇറ്റ് ഈസി മാൻ. അയ്യടാ, ഇംഗ്ലീഷ് പറയാൻ പറ്റിയ വേഷം. നിന്റെ ആവശ്യങ്ങൾക്ക് നീ എന്നെ ബലിയാടാക്കുന്ന സ്വഭാവം പണ്ടേ നിനക്കുള്ളതാ. അല്ല, എന്നെ ഈ വേഷം കെട്ടിച്ചത് എന്തിനാ? നീയും അവളും മാത്രം പോരായിരുന്നോ? എടാ, രാമായണത്തിൽ സീതാദേവിക്ക് ഹനുമാൻ മുദ്രമോതിരം കൊടുക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മളിപ്പോ റിഹേഴ്സൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹനുമാൻ മസ്റ്റല്ലേ? മാത്രമല്ല, സീതാ സ്വയംവരത്തിന് സീതയുടെയും രാമന്റെയും കൂടെ ഹനുമാൻ ഉള്ളതുപോലെ ഈ രാമന്റെയും ആ സീതയുടെയും ഒത്തുചേരലിന് ഈ ഹനുമാൻ നിർബന്ധമായിട്ടും വേണം. മനസ്സിലായോ? നല്ല ബെസ്റ്റ് സീത. വായിന്ന് വരുന്ന പുണ്യവചനങ്ങളാണ് ഹൈലൈറ്റ്. രണ്ടുപേരും ഡയലോഗൊക്കെ പഠിച്ചല്ലോ. ആ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യും. ആ. രാമന്റെ ഹനുമാന്റെ പോർഷൻ ഒന്ന് വെറുതെ നോക്കിയാലോ? ഓ, എന്തിന്? ഇത് അവളെ കാണിക്കാനല്ലേ? അവള് വരട്ടെ. ആ, സീത റെഡി. സാർ, രവി സാർ,
സാർ, രവി സാർ, ആ റിഹേഴ്സൽ. ഏത്? അല്ല സാർ, റിഹേഴ്സൽ. ആ ഓ ആ ചെയ്തോളൂ. ആദ്യം നമുക്ക് മുദ്രമോതിരമായി ഹനുമാൻ സീതാദേവിയുടെ അടുത്തെത്തുന്ന ഭാഗം നോക്കാം. കൺമണി പറയാനുള്ളതൊക്കെ പഠിച്ചോ? ആ, ഒരു പിടി പിടിച്ചു നോക്കാം. രാവണന്റെയും രാക്ഷസികളുടെയും പെരുമാറ്റം കണ്ട് സഹിക്കാൻ വയ്യാതെ സീത തലമുടിയിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ നിൽക്കുമ്പോഴാണ് ഹനുമാന്റെ രാമരാമ ജപം കേൾക്കുന്നത്. രാമന്റെ ജനനം മുതൽ താൻ ഇവിടെ എത്തിയ ചരിത്രം വരെ മരക്കൊമ്പിലിരുന്ന് ഹനുമാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്പരപ്പോടെ സീതാദേവി ഇതെല്ലാം കേട്ടു കഴിഞ്ഞു. ആരാണിത് പറഞ്ഞതെന്ന് സീതാദേവിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഹനുമാൻ മുകളിൽ നിന്ന് ചാടി മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ആ ഓക്കെ, ഹനുമാൻ മേളിക്കറിക്കും. ഓക്കെ, റെഡി, ആക്ഷൻ. തോക്ക് ഇതെന്താ തോക്കോ? രാമായണത്തിൽ എവിടെയാ തോക്ക്? രാവണനെ ഹനുമാൻ വെടിവെച്ചു കൊല്ലാൻ വന്നാണോ? അത് പിന്നെ അത് പിന്നെ ഞങ്ങളുടെ വേറൊരു നാടകത്തിലേക്കുള്ളതാ. അതെ അതെ, ഞാൻ നേരത്തെ ഓർക്കാതെ. ഓർക്കാതെ. ഹനുമാൻ സീതയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. ബാക്കി നോക്കാം. ഓ, കിരീടം നേരെ വെക്കണം. റെഡി, ആക്ഷൻ. അല്ല, താങ്കൾ ആരാണ്? എന്റെ കാതുകളിൽ അമൃത പെയ്തുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. വാനര രാജാവായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാനാണ് അടിയൻ. രാമദേവൻ പറഞ്ഞതനുസരിച്ച് ദേവിയെ അന്വേഷിച്ചിറങ്ങിയതാ. മുദ്രമോതിരം പോലെ പ്രഭുവിനെ വിശ്വസിപ്പിക്കാനുള്ള വല്ല വസ്തുവും തന്നാൽ. ഇത് കണ്ടാൽ രാമദേവന് എന്നെ ഓർമ്മ വരും. ദേവി കാത്തിരുന്ന് കഷ്ടപ്പെടണ്ട. ദേവി ഇപ്പോൾ തന്നെ അടിയൻ കൈവെള്ളയിരുത്തി രാമദേവന്റെ അടുത്തെത്തിക്കും. കുട്ടിക്കുരങ്ങനായ നീയോ? ഈ സമയം ഹനുമാന്റെ ശരീരം മല പോലെ വലുതാക്കി കാണിക്കും. സീതയ്ക്ക് അത്ഭുതം. ആ ഭാവമാണ് ഇപ്പോ വേണ്ടത്. വീണ്ടും ഹനുമാൻ പഴയതുപോലെ ആകുന്നു. ഓ, അത് ശരി. ഇപ്പൊ നമുക്ക് താങ്കളുടെ വിശ്വരൂപം മനസ്സിലായി. എന്നാൽ നാം താങ്കളുടെ കൂടെ വരുന്നില്ല. പരപുരുഷനെ അറിഞ്ഞുകൊണ്ട് നാം തൊടുകയില്ല. കൺമണി, എനിക്ക് കൺമണിയോടായിട്ട് മാത്രം ഒന്ന് സംസാരിക്കണം.